രണ്ടു ദിവസമായി പ്രചരിച്ച വ്യാജ മരണ വാർത്തകൾക്കൊടുവിൽ ഉപ്പുംമുളകിലെ പടവലത്തപ്പൂപ്പനെ തേടി മരണമെത്തിയെന്ന വാർത്ത ഞെട്ടലോടെയാണ് ആരാധകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെല്ലാം അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിനു വേണ്ടിയുള്ള പ്രാർത്ഥനയിലും കാത്തിരിപ്പിലുമായിരുന്നു. എന്നാൽ എല്ലാം വിഫലമാക്കി മിനിറ്റുകൾക്ക് മുമ്പെത്തിയ അദ്ദേഹത്തിന്റെ മരണവാർത്ത പ്രിയപ്പെട്ടവരെയെല്ലാം ഞെട്ടിച്ചിരിക്കുകയാണ്. കുറച്ചു കാലമായി വൃക്കരോഗം ബാധിച്ച് ചികിത്സയിലായിരുന്നു അദ്ദേഹം. തുടർന്ന് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ സ്ഥിതി ഗുരുതരമാവുകയും ചെയ്തു. തുടർന്ന് കോട്ടയംകാരനായ അദ്ദേഹത്തിന്റെ വീടിനടുത്തുള്ള ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി പ്രവേശിപ്പിക്കുകയായിരുന്നു. ദിവസങ്ങളോളം നീണ്ട ആ ചികിത്സകൾക്കൊടുവിൽ ഇപ്പോഴിതാ എല്ലാ പ്രതീക്ഷകളും വിഫലമാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ മരണവാർത്ത എത്തിയപ്പോൾ വേദനയോടെയാണ് പ്രിയപ്പെട്ടവരും അതിപ്പോൾ ഏറ്റുവാങ്ങുന്നത്. 25 വർഷത്തോളം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകത്തിൽ ശ്രദ്ധേയമായ വേഷം ചെയ്ത് 5.5 പതിറ്റാണ്ടായി നാടകരംഗത്ത് നിറഞ്ഞുനിന്ന രാജേന്ദ്രൻ ഉപ്പും മുളകും എന്ന പരമ്പരയിലൂടെയാണ് പ്രേക്ഷക ശ്രദ്ധ നേടിയത്. ഉപ്പുംമുളകിലെ പടവലം കുട്ടൻപിള്ള എന്ന കഥാപാത്രമാണ് അദ്ദേഹത്തെ ഇന്നത്തെ തലമുറയ്ക്കിടയിൽ പ്രശസ്തനാക്കിയത്. സീരിയലുകൾക്ക് പുറമെ മിന്നാമിനുങ്ങ്, ഇന്നു മുതൽ തുടങ്ങിയ സിനിമകളിലും നല്ല കഥാപാത്രങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. സ്കൂൾ നാടകങ്ങളിലൂടെ കലാരംഗത്തേക്ക് ചുവടുവച്ച അദ്ദേഹം കേരളത്തിലെ ഒട്ടുമിക്ക നാടക ട്രൂപ്പുകളുടെയും ഭാഗമായിരുന്നു. KPAC, സൂര്യസോമ, ചങ്ങനാശ്ശേരി നളന്ദ തിയേറ്റേഴ്സ്, ഗീത ആർട്സ് ക്ലബ്ബ് എന്നീ ട്രൂപ്പുകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. 50 വർഷമായി നാടകം ചെയ്തിട്ട് എന്നെ ആരും തന്നെ എവിടെയും തിരിച്ചറിഞ്ഞിട്ടില്ല എന്നും ഉപ്പുംമുളകിലൂടെയാണ് ജനമനസ്സിൽ തനിക്ക് ഇടം നേടാൻ സാധിച്ചതെന്നും രാജേന്ദ്രൻ തന്നെ ഒരിക്കൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഉപ്പുംമുളകിന്റെ സംവിധായകൻ ഉണ്ണികൃഷ്ണനും രാജേന്ദ്രനും വർഷങ്ങളായി പരിചയമുള്ളവരും അടുത്ത സുഹൃത്തുക്കളുമായിരുന്നു. 90കളിലാണ് ഇവരുടെ സൗഹൃദം ആരംഭിച്ചത്. ഉണ്ണികൃഷ്ണനും KPACയിൽ പ്രവർത്തിച്ചിരുന്നു. അന്ന് തുടങ്ങിയ സൗഹൃദം മരണം വരെയും തുടരുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ആദ്യ സീരിയലിലും രാജേന്ദ്രൻ ഉണ്ടായിരുന്നു. തുടർന്ന് ഉപ്പുംമുളകും ആരംഭിച്ചപ്പോൾ അതിലേക്ക് രാജേന്ദ്രനെയും കൂടെ ചേർക്കുകയായിരുന്നു ഉണ്ണികൃഷ്ണൻ. അതിനുശേഷം ഏതാനും സിനിമകളിലും സീരിയലുകളിലുമെല്ലാം വേഷമിട്ടെങ്കിലും ഉപ്പുംമുളകിലെ പടവലം വീട്ടിൽ കുട്ടൻപിള്ള എന്ന കഥാപാത്രത്തോട് ചേർത്തുവെക്കാൻ പാകത്തിന് മറ്റൊന്നും തന്നെ എത്തിയില്ല. ഉപ്പുംമുളകിലെ നീലുവിൻ്റെയും കുട്ടുമാമൻ്റെയും അച്ഛനായി അഭിനയിച്ചിരുന്ന രാജേന്ദ്രൻ പരമ്പരയ്ക്ക് ബ്രേക്ക് വന്നപ്പോഴും പ്രതിസന്ധി ഘട്ടങ്ങളിലുമെല്ലാം കൂട്ടുകാരനൊപ്പം നിന്ന താരം കൂടിയാണ്. നാടകങ്ങളിൽ നിന്നൊന്നും കിട്ടാത്ത റീച്ചായിരുന്നു രാജേന്ദ്രന് ഉപ്പുംമുളകും സമ്മാനിച്ചത്. വർഷങ്ങളായി സ്വീകരണ മുറിയിൽ നിറഞ്ഞുനിന്ന കുട്ടൻപിള്ള എന്ന രാജേന്ദ്രൻ ഓർമ്മയാകുമ്പോൾ ഇനി ആര് എന്ന ചോദ്യമാണ് ആരാധകരും ചോദിക്കുന്നത്. പുറത്തേക്കിറങ്ങിയാൽ കുട്ടൻപിള്ള എന്ന വിളിയുമായി തന്റെ അടുക്കലേക്കെത്തുന്ന ആരാധകരെ കുറിച്ചൊക്കെയും രാജേന്ദ്രൻ വാചാലനായിട്ടുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.